നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സംഭവമായിരുന്നു ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ ഇ.ഡി. മാസപ്പടി കേസിൽ പരിശോധന നടത്തി മടങ്ങുമ്പോഴാണ് പാർട്ടി അണികളും അതുപോലെ തന്നെ ഗുണ്ടകളും ചേർന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അവർ സഞ്ചരിച്ചിരുന്ന 3 കാറുകൾ തല്ലി തകർക്കുകയും അതിനകത്തുണ്ടായിരുന്ന ഇ.ഡിയുടെയും കേന്ദ്രസേനയുടെയും ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് നേരെ വധശ്രമമടക്കമുണ്ടായി എന്നാണ് പരാതി. ഇങ്ങനെ ഇ.ഡിയെ ആക്രമിച്ച കേസിൽ 9ാം പ്രതി ഹരീഷ് കുമാറിൻ്റെ ജാമ്യം അദ്ദേഹത്തിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജാമ്യം വിവാദമായിരുന്നു. അതായത് ചില പാർട്ടികൾ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറും ചേർന്ന് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഹരീഷ് കുമാറിന് ജാമ്യം ലഭിച്ചതെന്നും ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ ആ ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു. ഹരീഷ് കുമാറിൻ്റെ ജാമ്യം റദ്ദാക്കേണ്ടതില്ല എന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത്. സത്യത്തിൽ അന്ന് തന്നെ ഇ.ഡിയും അതുപോലെ തന്നെ പോലീസും പിറ്റേന്നോ മറ്റോ പോലീസും ഹർജി നൽകിയിരുന്നതാണ്, ഈ അപ്പീൽ ഹർജി നൽകിയിരുന്നതാണ്. ആ അപ്പീൽ ഇന്നാണ് തീർപ്പാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളി. ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യം തള്ളുകയായിരുന്നു കോടതി. അത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇ.ഡിയുടെ അതുപോലെ തന്നെ പോലീസിൻ്റെയും തിരിച്ചടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ ഹർജി ഇങ്ങനെ തീർപ്പാക്കിയത് എന്ന് ചോദിച്ചാൽ ഈ 24 പേരും ഇദ്ദേഹത്തോടൊപ്പം ജയിലിലുണ്ടായിരുന്ന, ഇതേ കേസിൽ ജയിലിലുണ്ടായിരുന്ന 24 പേരും ജാമ്യം ലഭിച്ച് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈക്കോടതി ഇ.ഡിയെ ആക്രമിച്ച കേസിലുള്ള പ്രതികൾക്ക് ജാമ്യം നൽകിയത്. അതായത് അന്ന് ഇ.ഡിയെ ആക്രമിച്ച കേസിൽ പ്രതികളെ 25ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്തവരിൽ ആദ്യമായി ജാമ്യം കിട്ടിയ ആളാണ് ഹരീഷ് കുമാർ. എന്തായാലും അന്നത്തെ ഹരീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷയെ അന്ന് പ്രോസിക്യൂഷൻ എതിർത്തില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ എതിർക്കാത്തത് കൊണ്ട് തന്നെ ഹരീഷ് കുമാറിന് ജാമ്യം ലഭിച്ചു പോവുകയായിരുന്നു. ഇടതുപക്ഷ അനുഭാവിയായ പ്രോസിക്യൂട്ടറുടെ ഒരു ഒത്തുകളിയാണ് ഇതിനു പിന്നിൽ എന്ന് കേരള പോലീസും ഇരുന്നതാണ്. അന്ന് അതേസമയം മറ്റു പ്രതികളെല്ലാം ജയിലിൽ കിടക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. ഇ.ഡിയെ ആക്രമിച്ച കേസിൽ പ്രതികളെല്ലാം ഇപ്പോൾ പുറത്താണ്. ഇവരെല്ലാം CPM പ്രവർത്തകരാണ്. CPMൻ്റെ പ്രാദേശിക നേതാക്കളടക്കം ജയിലിൽ ഉണ്ടായിരുന്നു. ഇവർ ചെയ്തത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം നൽകാനാവില്ല എന്നാണ് അന്നത്തെ വിധി. ഇവർ പിന്നീട് ഏതാണ്ട് 10-60 ദിവസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ ഇതിന് പോയിരുന്നു. ആ ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. 24 പേർക്കും ജാമ്യം അനുവദിച്ചിരുന്നു. ഒരാളുടെ ജാമ്യം നേരത്തെ അനുവദിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ജാമ്യം അനുവദിച്ചത്. അതായത് ഈ കേസിൽ നിർണായകമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പ്രതികളുടെ മൊബൈൽ ഫോണുകളും മറ്റുമെല്ലാം പരിശോധിച്ചു. മാത്രമല്ല ഇവരുടെ റിക്കവറിയും മറ്റുമൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ സാഹചര്യത്തിൽ ഇവരെ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷന് ഉത്തരമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് 24 പേർക്കും ജാമ്യം അന്ന് ലഭിച്ചത്. ആ ജാമ്യം ലഭിച്ചു പോയതിന് ശേഷമാണ് ഈ 9ാം പ്രതിയുടെ ജാമ്യ ഹർജി അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ച ആ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഈ ഹൈക്കോടതിയിൽ പോകുന്നത്. ഈ 24 പ്രതികളും പോയതിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ മറ്റ് 24 പ്രതികൾക്കും ജാമ്യം കിട്ടിയതിനെ തുടർന്ന് ഇദ്ദേഹത്തിനും അതായത് ഹരീഷ് കുമാറിനും ജാമ്യം നൽകണം എന്ന വാദമാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതേസമയം 24 പ്രതികൾക്കും ഉണ്ടായ ജാമ്യ വ്യവസ്ഥ അത് ഹരീഷ് കുമാറിനും ബാധകമാക്കണം എന്ന ഒരു അഭിപ്രായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. ആ അഭിപ്രായം കോടതി അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കില്ല എന്ന ഒരു അനുകൂലമായ വിധി വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ഇ.ഡിയെ ആക്രമിച്ച കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ മുഖ്യ പ്രതിയായിട്ടുള്ള എക്സാലോജിക് മാസപ്പടി കേസ്, CMRL എക്സാലോജിക് മാസപ്പടി കേസ്, ആ മാസപ്പടി കേസിൽ ഇ.ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് 2 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം ഹൈക്കോടതി വിധിക്കുന്നു. അതിനെ തുടർന്ന് നിർണായകമായ നടപടികൾ ഇ.ഡി ആരംഭിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനും വീണ വിജയൻ്റെ ഭർത്താവുമായ മുൻമന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കുടുംബ വീട് എന്നിവയടക്കം 12ഓളം കേന്ദ്രങ്ങളിൽ അന്ന് ഇ.ഡി ഉദ്യോഗസ്ഥർ ഇരച്ചു കയറിയത്.
രാവിലെ മുതൽ ആരംഭിച്ച റെയ്ഡിൽ വ്യാപകമായ പ്രതിഷേധം തിരുവനന്തപുരത്തും കണ്ണൂരിലുമെല്ലാം ഉണ്ടായി. അതിൽ തിരുവനന്തപുരത്ത് ഉണ്ടായ പ്രതിഷേധം അതിരുവിടുകയായിരുന്നു. അതിരാവിലെ മുതൽ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീടിന് മുന്നിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകർ അവിടെ ഒത്തുകൂടിയിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും ആവേശം അല്ലെങ്കിൽ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരെ പാർട്ടി വീടിന് മുന്നിലേക്ക് എത്തിച്ചത്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട റെയ്ഡ്, ആ റെയ്ഡുകൾ പുരോഗമിക്കുമ്പോഴെല്ലാം പുറത്ത് മുദ്രാവാക്യം മുഴങ്ങുകയായിരുന്നു. അതിനുശേഷം ഇ ഡി ഉദ്യോഗസ്ഥർ എത്തുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് അവരെ ഈ ജനക്കൂട്ടം ആക്രമിക്കുന്നു. സത്യത്തിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇ ഡിയുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഇ ഡി അറിയിച്ചതിനെ തുടർന്ന് ഈ കേസ് അന്വേഷിക്കാനായി കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ പല കാര്യങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇ ഡി അന്ന് ആവശ്യപ്പെട്ടത് ഇതൊരു വലിയ ഗൂഢാലോചനയാണ്, സംസ്ഥാന നേതാക്കളാണ് ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾ മാത്രമല്ല CPIM-ന്റെ ഉന്നത നേതൃത്വത്തിലെ പലരെയും അറസ്റ്റ് ചെയ്യണം എന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് SIT സംഘം പറയുന്നത്. ഈ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും അങ്ങനെ ഒരു ആഹ്വാനം, ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനുള്ള ആഹ്വാനം നേതാക്കന്മാർ നൽകിയിട്ടില്ല എന്നാണ് SIT സംഘത്തിന് ലഭിച്ച സൂചന. എന്നാൽ ഇത്തരം കണ്ടെത്തലുകൾ വിചിത്രമാണെന്നും ഈ ഗൂഢാലോചന അത് നേരിട്ട് നടന്നതാണെന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ നേതാക്കന്മാരും അതുപോലെ തന്നെ അണികളും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു. അവർ നടത്തിയ പ്രസംഗങ്ങൾ ആഹ്വാനങ്ങളായി മാറി. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ വലിയ ഗൂഢാലോചന നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇ ഡി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ 9ാം പ്രതിയുടെ ജാമ്യ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിയും പോലീസും നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കുന്നില്ല, മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഹരീഷ് കുമാറിൻ്റെയും ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കാതെ വിധി പുറപ്പെടുവിച്ചത്.